പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കോളിഫ്ലവർ വെച്ച് ഒരു അടിപൊളി മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും അങ്ങനെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ദാ കോളിഫ്ലവർ ഞാൻ കുറച്ച് വലിയ പീസസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂറൊന്ന് നമുക്കിതൊന്ന് മൂടി വെക്കണം. കോളിഫ്ലവറിൽ എന്തെങ്കിലും പുഴും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. അതവിടെ മൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1/2 കപ്പോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളിയും 5-6 അല്ലി ചെറിയ ഉള്ളിയും ഒരു 3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ഏലക്കായും ചെറിയ 2 കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. 2 തണ്ടോളം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കറിയുടെ ടേസ്റ്റേ മാറും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കനെ വറുത്തെടുത്താൽ മതി. ഒന്ന് വറവായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പൊടികളൊന്നും കരിഞ്ഞു പോവാത്ത വിധത്തിൽ ഒന്നും കൂടെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വറവായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങട്ടെ ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. വലിയ ഉള്ളി ഒന്നങ്ങ് വാടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയും വലിയ ഉള്ളിയൊക്കെ ഒന്നങ്ങ് വഴറ്റി വന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ചിരുന്നു. ആ കോളിഫ്ലവർ വീണ്ടും ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് മൂടി വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയം വേവാനായിട്ടൊന്നുമില്ല. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ചപ്പോൾ തന്നെ ഒരു 3/4 ഭാഗത്തോളമൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ബാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ദാ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവാൻ വെച്ചിരുന്ന കോളിഫ്ലവർ മൂടി തുറന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കറി നല്ലപോലെ കുറുകിയിട്ടാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ അതാ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറിയാണിത്. എപ്പോഴും നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തൊക്കെ അല്ലേ കഴിക്കാറ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിച്ച് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.